സക്കീർ സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില നദീവിശേഷങ്ങളാണ് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നാം കേട്ടിട്ടുണ്ട്, കാളിന്തി നദിയെ കലപ്പ കൊണ്ട് ബലരാമൻ വൃന്ദാവനത്തിലേക്ക് ചാലുകളാക്കി തിരിച്ചു കൊണ്ടുപോയ ഒരു കഥ നാം കേട്ടിട്ടുണ്ട്. പിന്നീട് നദി തിരിച്ചപേക്ഷിച്ചപ്പോ ആ ചാലുകളെയൊക്കെ തിരിച്ചു കൊണ്ടുപോയതായി കഥയിൽ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീക്ക് മിത്തോളജിയിൽ നാം ഹെർക്കുലീസ് ദേവന്റെ കഥ കേട്ടിട്ടുണ്ട്. 30 വർഷത്തോളം ആയിരക്കണക്കിന് ആടുമാടുകൾ വസിച്ചിരുന്ന ഈജിയൻ തൊഴുത്ത് 30 വർഷത്തോളം അത് വൃത്തിയാക്കാതെ കഴിഞ്ഞ ആ തൊഴുത്തിനെ വൃത്തിയാക്കുക എന്ന ടാസ്ക് ആണ് ഹെർക്കുലീസ് ദേവിന് ഏലീസിലെ രാജാവായ ഈജിയസ് നൽകിയത്. കഠിന പ്രയത്നക്കാരനായിരുന്ന ഹെർക്കുലീസ് ദേവൻ ആൽഫിയസ്, പീനിയസ് എന്നീ 2 നദികളെ ചാലുകൾ വെട്ടി ഇങ്ങനെ ഗതി മാറ്റി ഒഴുക്കി ഈജിയൻ തൊഴുത്തിലേക്ക് അതിനകത്തൂടെ ഒഴുക്കി. 2 സൈഡിൽ കൂടെ തെക്കുവശത്തു നിന്നും വടക്കുവശത്തു നിന്നാണ് കഥ പറയുന്നത്. ആ സ്റ്റേബിളിനകത്തൂടെ തൊഴുത്തിനകത്തൂടെ ഒഴുക്കി അങ്ങനെയാണ് ആ തൊഴുത്ത് വൃത്തിയാക്കിയതെന്നാണ് കഥ കേട്ടിരിക്കുന്നത്. അവിടെയും നദിയെ ഗതി മാറ്റി ഒഴുക്കിയ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊക്കെ പുരാണങ്ങളിലോ കഥകളിലോ ഉള്ള ഗതി മാറ്റി ഒഴുക്കലാണെങ്കിലും പ്രകൃതിയാ ഉള്ള ചില പ്രതിഭാസങ്ങളിലൂടെയും നദിക്ക് ഗതി മാറി ഒഴുകാറുണ്ട്. ഇതിനെ മിയാൻഡറിങ് എന്നാണ് എഞ്ചിനീയർമാർ വിളിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ചില ദുരന്തങ്ങളിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്തുകൂടി ഒഴുകിയിരുന്ന ഒരു അരുവി അല്ലെങ്കിൽ നദി മറ്റൊരു ഭാഗത്തുകൂടി ഒഴുകുന്നതും ആദ്യത്തെ വഴി അടഞ്ഞു പോകുന്നതും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ വളവുകൾ മാത്രമുള്ള ഒരു നദി ഒഴുകുമ്പോൾ കാലക്രമേണ ആ ചെറിയ വളവുകളുടെ വെളിവശം അത് കൂടുതൽ മണ്ണ് ശോഷണം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഇറോഷൻ സംഭവിച്ച് അകവശത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അതിന്റെ വളവ് കൂടി വരികയും ചെയ്യും. ഇതിനെയാണ് സാധാരണ അല്ലെങ്കിൽ മിയാൻഡറിങ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പ്രകൃതിയായുള്ള പ്രതിഭാസം അല്ലാതെ ഒരു നദി ഗതി മാറി അല്ലെങ്കിൽ ഗതി മാറ്റി ഒരു സ്ഥലത്ത് നിന്നും ഒഴുകിയ ഒരു കഥ കേരളത്തിൽ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയായ അച്ചൻകോവിലാറിനെ കുറിച്ചാണ് ഈ കഥയുള്ളത്. അച്ചൻകോവിലാർ പത്തനംതിട്ട ജില്ല കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഗതി മാറ്റി ഒഴുകിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ വെൺമണി ഭാഗത്ത് അച്ചൻകോവിലാർ ഒഴുകിയിരുന്നത് വെൺമണി ശാർങ്ങക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ ആറ്റുവ മഹാദേവി ക്ഷേത്രത്തിനൊക്കെ സമീപമായിട്ട് പുത്താറ്റിൻകര എന്ന സ്ഥലത്ത് നിന്നും വെൺമണി, ആല, ചെറിയനാട്, ബുധന്നൂർ, പുലിയൂർ പഞ്ചായത്തുകളിലൂടെ ഒഴുകി പമ്പയാറ്റിൽ ഇല്ലിമലക്കടവിൽ ചെന്ന് ചേരുന്നതായ ആ രീതിയിലാണ് ഒഴുകിയിരുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ വെൺമണി മുതൽ പമ്പയാറിൽ ചെന്ന് ചേരുന്നവരെയുള്ള ഭാഗത്തെ ഉത്തരപ്പള്ളിയാർ എന്ന് വിളിച്ചിരുന്നതും ഇതിന് ഏകദേശം 18 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇന്ന് ഇവിടെ നദിയില്ല. ഈ ഉത്തരപ്പള്ളിയാറിന്റെ പല ഭാഗങ്ങളും അത് കയ്യേറ്റം മൂലമോ അല്ലെങ്കിൽ നികന്നു പോവുകയോ ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതിന്റെ അങ്ങനെയുള്ള ആറുകളെ നാം വരട്ടാർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് സുപരിചിതമായുള്ള ഒരു വരട്ടാറുണ്ട്. പമ്പയെയും മണിമലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂരിനും തിരുവല്ലായ്ക്കും ഇടയ്ക്ക് നമുക്ക് MC റോഡിൽ വരട്ടാർ പാലമൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഒരു നദിയുണ്ട്. അത് 2 നദികൾ തമ്മിലുള്ള, ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, 2 നദികളും പ്ലെയിൻ ഏരിയയിലോട്ട് എത്തുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൽ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ പമ്പയിൽ നിന്നും മണിമലയിലേക്കും മണിമലയിൽ നിന്ന് പമ്പയിലേക്കും ഒക്കെ ഒഴുകിയിരുന്ന ആറ് കാലക്രമേണ അത് നികന്നുപോയി. ആ നികന്നുപോയ സ്ഥലം ഇപ്പോൾ അത് സർക്കാർ അത് പുനരുജ്ജീവിപ്പിച്ചിട്ട് വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയൊക്കെ നടപ്പിലാക്കി പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വരട്ടാറായിട്ട് ഉത്തരപ്പള്ളിയാർ മാറിയിരിക്കുന്നു. അത് അവിടെ നിന്നും അത് പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തിൽ പല നടപടികളും ഒക്കെ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതായിട്ട് നമുക്കറിയാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. 1746 കായംകുളം രാജാവിനെ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ച് കായംകുളത്തെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഇവർ തമ്മിൽ നിരന്തര യുദ്ധങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ കായംകുളം രാജാവിനെ സഹായിക്കുന്നവരായി സഖ്യത്തിലായിരുന്നു ബുധന്നൂർ ദേശത്തെ ദേശവാസികൾ. അപ്പോൾ ഈ ബുധന്നൂർ ദേശത്തെ ദേശവാസികളോട് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ രാജാവിന് അത്ര ഇഷ്ടമുണ്ടായില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനായിട്ടാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ എപ്പോഴോ ഈ പുത്താറ്റിൻകരയിൽ നിന്നും ആറ്റിനെ ഗതി മാറ്റി അങ്ങ് വെട്ടിക്കൊണ്ടുപോയി കൊല്ലകടവ് ഭാഗത്തൂടെ ഗതി മാറ്റി ഒഴുക്കി എന്നാണ് ഒരു കഥ. ഈ പുതുതായിട്ട് വെട്ടിയ ആറിനെയാണ് വെട്ടിയാർ എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും അവിടെ ഒരു സ്ഥലമുണ്ട്, വെട്ടിയാർ എന്ന വലിയൊരു സ്ഥലമുണ്ട്, വെട്ടിയാർ പാലമൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയാൽ കാണാം. ഈ പുത്താറ്റിൻകരയിൽ നിന്നും ഇങ്ങനെ ആറ് വെട്ടിക്കൊണ്ടുപോയി
ഒഴുകിയത് മൂലം ബുധനൂർ ദേശക്കാർക്ക് അവർക്ക് അവരുടെ ആറ് അതിനുവഴി ഒഴുകിയിരുന്ന ഉത്തരപ്പള്ളി ആറ് അങ്ങ് ഇല്ലാതാവുകയും അവർക്ക് അവരുടെ കൃഷി, അന്നത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് കൃഷിയാണല്ലോ, കൃഷിക്ക് ആവശ്യമായ ജലമില്ലാതാവുമ്പോൾ അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രാജാവ് പണി കൊടുത്തതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആറ് ഗതി മാറ്റി ഒഴുക്കിയത് മാത്രമല്ല രാജാവ് അവരോട് ചെയ്തതെന്ന് പറയുന്നത്, ഈ പുതുതായി വെട്ടിയാറില് പല സ്ഥലത്തും ഇത്തിരി ഇടുങ്ങിയ രീതിയിലാണ് വെട്ടിയത്. നേരത്തെ മുകൾ ഭാഗത്തുള്ളതിന്റെ അത്രയും വീതിയില്ല വെട്ടിയാർ ഭാഗത്ത് അച്ചൻകോവിലാറിന്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വലിയ മഴക്കാലത്ത്, പ്രളയകാലത്ത് വലിയ മലവെള്ളം കിഴക്കൻ നാട്ടിൽ നിന്ന് ഒഴിച്ചു വരുമ്പോൾ, വെട്ടിയാർ വരുമ്പോൾ ഇതൊരു കുപ്പിക്കഴുത്ത് പോലെ ആവുകയും അപ്സ്ട്രീം സൈഡുകളിൽ, അപ്സ്ട്രീം ഭാഗത്ത്, വെൺമണി ഭാഗത്തോടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളം അപ്രതീക്ഷിതമായി ഉത്തരപ്പള്ളി ആറിന്റെ ഗതിയിലൂടെ ഇരച്ചു പോവുകയും വീണ്ടും അന്ന് അവിടെ ഉള്ള കൃഷി, വീണ്ടും മഴക്കാലത്തെ കൃഷി നശിക്കാനിടയാവുകയും അങ്ങനെ വേനൽക്കാലത്തും മഴക്കാലത്തും ഒന്നും അവർക്ക് കൃഷിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കാത്ത രീതിയിലാണ് രാജാവ് ഈ പണി ചെയ്തതെന്നാണ് ഒരു കഥ കേട്ടിരിക്കുന്നത്. അന്ന് പുതുതായി ആറ് വെട്ടിത്തുടങ്ങിയ സ്ഥലമായിരിക്കാം പുത്താറ്റിൻകര എന്നും, അതേപോലെ ആറ് തുടങ്ങിയ ആറിന്റെ ആ മൗത്ത്, വായ ഭാഗം ആയിരിക്കാം ആറ്റുവ മഹാദേവ ക്ഷേത്രം ഇപ്പോഴും നമുക്ക് അവിടെ കാണാം. അപ്പൊ അങ്ങനെ ഈ കഥയ്ക്ക് അല്പം വിശ്വസനീയത ഉണ്ട്. എന്നാൽ വെട്ടിയാർ പള്ളിയറക്കാവ് ക്ഷേത്ര കഥയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ മറ്റൊരു കഥയാണ് പറയുന്നത്. വെട്ടിയാർ പ്രദേശത്ത് നേരത്തെ വെള്ളം കിട്ടാതെ ജനങ്ങള് വരൾച്ച മൂലം കൃഷിയൊക്കെ നശിച്ച് വളരെ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ അവിടുത്തെ അധ്വാനശീലരായ കർഷകർ അവര് വന്ന് വെൺമണി ഭാഗത്തു നിന്നും ചാല് കീറി വെട്ടിയാറിലൂടെ, അതും ആറ് പുതുതായിട്ട് വെട്ടിയെന്നാണ് പറയുന്നത്, വെട്ടിയാർ ഭാഗത്തൂടെ അച്ചൻകോവിലാറിനെ ഗതി തിരിച്ച് അവരങ്ങ് കൊല്ലകടവ് ഭാഗത്തൂടെ മാവേലിക്കരയ്ക്ക് കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാമല്ലോ, അന്നായാലും ഇന്നായാലും ഒരു ആറിന്റെ ഗതി മാറ്റിക്കൊണ്ട് കുറെ ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ, പാവപ്പെട്ട കർഷകർ മാത്രം വിചാരിച്ചാൽ ഒരാറിന്റെ ഗതി മാറ്റിക്കൊണ്ടു പോകാൻ സാധിക്കുമോ? ഒരു രാഷ്ട്രീയമായ പിൻബലം എന്തായാലും നമുക്കറിയാം. നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, ഒരു പുഴയിലൂടെ വെള്ളം പോകണോ വേണ്ടയോ എന്നൊക്കെ ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥ അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. എന്തായാലും അച്ചൻകോവിലാറ് വെൺമണി ഭാഗത്ത് വെച്ച് ഗതി തന്നെത്താനെ മാറി വെട്ടിയാർ വഴി പോവുകയോ, അതായത് മെന്ററിങ് എന്ന പ്രതിഭാസം വഴി വെട്ടിയാർ വഴി പോവുകയോ, അല്ലെങ്കിൽ ആളുകൾ ഗതി മനഃപൂർവ്വം വെട്ടിമാറ്റിക്കൊണ്ടു പോവുകയോ ചെയ്ത് ആയിരിക്കാനാണ് സാധ്യത. ഉത്തരപ്പള്ളിയാർ വഴി ആയിരിക്കാം ആദ്യം ഒഴുകിയിരുന്നത് എന്നതിനാണ് കൂടുതൽ സാധ്യത നമുക്ക് കാണുന്നത്. ഇതേപോലെ തന്നെ രാജാക്കന്മാർക്കൊക്കെ വാശി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കായംകുളത്ത് തന്നെ കായംകുളം കായൽ എന്നറിയപ്പെടുന്ന സ്ഥലം പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് നല്ല നൂറുമേനി കൊയ്യുന്ന നിലമായിരുന്നെന്നും, കായംകുളം രാജാവിനോട് ശത്രുതയിലായിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് ആറാട്ടുപുഴ ദേശക്കാരെ സ്വാധീനിച്ച് അവിടെ ഒരു പൊഴി മുറിച്ച് ഉപ്പുവെള്ളം കയറ്റി ആ നൂറുമേനി വിളയുന്ന പാടശേഖരത്തെ കായലാക്കി മാറ്റി എന്നിട്ട് പൊഴി അടച്ചതാണെന്നും കഥകളുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കഥകളുള്ളപ്പോ നമുക്ക് ഈ അച്ചൻകോവിലാറിന്റെ ഗതി മാറ്റിയ കഥ തീർച്ചയായിട്ടും വിശ്വസിക്കാമെന്ന് തോന്നുന്നു. മറ്റൊരു നദീവിശേഷവുമായി വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ബൈ.